പാൽക്കൂണിൻ്റെ ബെഡ് ഉണ്ടാക്കുന്നത് താരതമ്യേന എളുപ്പവും ചെലവ് കുറഞ്ഞതുമാണ്. അതിന് 2 പാളി അറക്കപ്പൊടി തട്ടു മാത്രം മതിയാകും. പാൽക്കൂൺ അതിൻ്റെ സൗന്ദര്യം കൊണ്ട് തന്നെ ആരുടെയും മനസ്സിൽ പെട്ടെന്ന് കയറിപ്പറ്റുന്നു. നല്ല വെളുപ്പു നിറമുള്ളതും അധികകാലം നിലനിൽക്കുന്നതുമാണ് ഇവ. ചിപ്പിക്കൂണിനേക്കാൾ വില കൂടുതലുള്ള പാൽക്കൂണിൻ്റെ വിനിമയ വില കിലോയ്ക്ക് 125 രൂപയാണ്. കൂണിൻ്റെ മാതൃവിത്ത് മാത്രമാണ് സുജാതയ്ക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നത്. നെല്ലിനെ മാധ്യമമാക്കി ഈ മാതൃവിത്ത് പല മടങ്ങ് വിത്തായി മാറ്റുന്നത് സുജാത തന്നെ. ഇതിനുവേണ്ടി വീടിൻ്റെ മുകൾ നിലയിൽ ഒരു താൽക്കാലിക ലാബോറട്ടറിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കൂൺ കൃഷി ആർക്കും ചെയ്യാമെന്നിരിക്കെ തൻ്റെ വിപണന തന്ത്രങ്ങളിലൂടെയാണ് സുജാത കൂടുതൽ ശ്രദ്ധേയയാകുന്നത്. പറിച്ചെടുക്കുന്ന കൂൺ മുഴുവനും സുജാത സ്വയം വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. പഴയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി പരിചയം ഇക്കാര്യത്തിൽ സുജാതയ്ക്ക് വഴികാട്ടിയാകുന്നു. പല അളവുകളിൽ കൂൺ തൂക്കിയെടുത്ത് പാക്ക് ചെയ്ത് കോട്ടയത്തുള്ള ഓഫീസുകളിലേക്ക് സ്വയം എത്തിക്കുകയാണ് സുജാത. ഓഫീസ് ജീവനക്കാരാണ് കൂണിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ. അടുത്ത വീടുകളിലും സുജാത കൂൺ വിറ്റുവരുന്നുണ്ട്. ഞായറാഴ്ചകളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൂണുകൾ അത്രയും തന്നെ അനായാസേന വിറ്റഴിക്കുവാൻ സുജാതയ്ക്ക് കഴിയുന്നു. ഒപ്പം കൂൺ വറുത്ത് അച്ചാറുണ്ടാക്കി അതിനും വിപണന സാധ്യതകൾ കണ്ടെത്തുന്നു സുജാത. ആവശ്യക്കാർക്ക് ബെഡ് ഉണ്ടാക്കി വിൽക്കുന്ന രീതിയും സുജാത അവലംബിച്ചിട്ടുണ്ട്. അറക്കപ്പൊടിയുടെ ബെഡ് 75 രൂപ നിരക്കിലും വൈക്കോല് തീർത്തത് 50 രൂപ നിരക്കിലുമാണ് കൊടുക്കുന്നത്. ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുന്ന ആൾക്ക് ഒരു 3 തടം കൊണ്ടുപോയാൽ 3 ബെഡ് കൊണ്ടുപോയാൽ ഒരു 250-300 ഗ്രാം കൂണ് ഡെയിലി എടുത്ത് ഫ്രഷായിട്ട് പറിച്ച് അവരുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റേജുണ്ട്. അങ്ങനെ അനേകം പേര് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. കാറിലും മറ്റും വന്ന് കൊണ്ടുപോകും. കൂൺ കൃഷി ചെയ്യുവാൻ മാത്രമല്ല, കൂണിൻ്റെ പലതരം വിഭവങ്ങൾ ഒരുക്കുവാനും സുജാത സമർത്ഥയാണ്. മഷ്റൂം മസാല തയ്യാറാക്കുവാൻ വളരെ കുറച്ച് സമയം മാത്രം മതിയാവും. 1/2 കിലോ കൂണാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആദ്യം കൂൺ നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത് ചെറിയ കഷണങ്ങളായി അരിഞ്ഞ് മാറ്റിവെക്കുന്നു. കടുക് വറുത്തതിനു ശേഷം വെളിച്ചെണ്ണയിൽ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ എന്നിവ ചേർത്ത് വറക്കുന്നു. സവോള സ്വർണ്ണ നിറമായാൽ മസാല ചേർത്ത് വഴറ്റി കൂണും ഉപ്പും ചേർത്ത് വെള്ളം ചേർക്കാതെ മൂടി വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. 10-15 മിനിറ്റ് കഴിയുമ്പോൾ നാവിൽ കൊതി ഉണർത്തുന്ന കൂൺ മസാല തയ്യാറാകുന്നു. ഇത്തരം പല പല കറികളുടെയും അച്ചാറിൻ്റെയും കൂൺ ഓംലെറ്റിൻ്റെയും ഒക്കെ പാചകവിധി സുജാതയ്ക്ക് മനഃപാഠമാണ്. ആരോഗ്യത്തിന് അങ്ങേയറ്റം ഗുണകരമായ ഈ ഭക്ഷണ സാമഗ്രി മലയാളി ശീലമാക്കേണ്ടത് തന്നെ എന്നാണ് സുജാതയുടെ അഭിപ്രായം.
ശാസ്ത്രീയമായ കൂൺ കൃഷി പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ക്ലാസും സുജാത നടത്തി വരുന്നുണ്ട്. സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുമുള്ള സ്ത്രീകൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ആൾക്കാരെന്നെ വിളിക്കുന്നു, അഡ്രസ്സ് ചോദിച്ച് ഇവിടെ വരുന്നു. വേറെ മറ്റുള്ളിടത്തൊക്കെ വൻ തുക ഫീസ് അടച്ച് ട്രെയിനിങ് ചെയ്തിട്ട് അത് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇന്നലെ വരെ വന്നുകൊണ്ടിരുന്നു. ഞാനത് ശാസ്ത്രങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിലും പ്രാക്ടിക്കലാക്കാവുന്ന രീതിയിൽ അവരെ കൂൺ കൃഷി ചെയ്യാൻ ഏറ്റവും എളുപ്പ രീതിയിൽ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചു വിടുന്നുണ്ട്. ഏതാണ്ട് വലിയ മഹാകാര്യ കൂൺ കൃഷി എന്ന് പറഞ്ഞ് വന്നവരൊക്കെ ഇത്രയേ ഉള്ളോ എന്നുള്ള ഭാവത്തിൽ പോകുന്നുണ്ട്. കൂൺ കൃഷി ചെയ്യുന്നു എന്നത് മാത്രമല്ല സുജാതയുടെ നേട്ടമായി എടുത്തു പറയേണ്ടത്. ഒരു സംരംഭം തുടങ്ങി വയ്ക്കുവാൻ പ്രകടിപ്പിച്ച ചങ്കൂറ്റം, അതിനുവേണ്ടി സമർപ്പിച്ച അർപ്പണബുദ്ധി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മത്തുര, ഇതൊക്കെ സുജാതയെ പുതിയ കാർഷിക മുന്നേറ്റങ്ങളുടെ വക്താവാക്കി മാറ്റുന്നു. നമ്മുടെ വീട്ടമ്മമാർ സുജാത എന്ന ഈ സ്ത്രീയെ കണ്ടുപഠിക്കുക തന്നെ വേണം. പരിശുദ്ധമായ കൂണിൻ്റെ വെണ്മ ഏറ്റുവാങ്ങി ഹരിതഭാരതം തിരിച്ചിറങ്ങി. ചുവപ്പ് നിറമുള്ള മറ്റൊരു അസ്തമയത്തിന് വീണ്ടും സാക്ഷിയാകുകയാണ്. കന്നിമണ്ണിൻ്റെ മാസ്മരിക ഗന്ധം തേടിയുള്ള ഹരിതഭാരതത്തിൻ്റെ യാത്രകൾ തുടരുന്നു.